ഇതാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ലൈറ്റ് ഹൗസ്. 1862 അത്ര ഇത് നിർമ്മിതമായതും. കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ മ്യൂസിയം കാണാം. ഞങ്ങൾ കയറി കണ്ടില്ല, പക്ഷെ ബിൽഡിങ്ങിന്റെ ഷേപ്പ് ഒരു ഭംഗി തന്നെയാണ്. നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ പണ്ടൊക്കെ പേടിച്ചായിരുന്നു ഇതിന്റെ മുകളിൽ കയറിയിരുന്നത്. ഏകദേശം 28 മീറ്റർ ഹൈറ്റ് ഉണ്ട് അത്ര ഇതിന്. ഇവിടെയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയും. ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 10 രൂപ അധികമായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇവിടെ തിങ്കളാഴ്ച ദിവസം ഹോളിഡേ ആണ് കേട്ടോ. കുത്തനെയുള്ള പടികളായതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ വേണം കയറാനായിട്ട്. തേക്കിൻ തടിയിൽ തീർത്ത 100-ലധികം പടികൾ കയറിയാൽ മാത്രമേ നമുക്ക് മുകളിൽ എത്താൻ പറ്റുകയുള്ളൂ. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ലാസ്റ്റ് പടികളായതുകൊണ്ട് തന്നെ വലിഞ്ഞു കയറാൻ ഇടുങ്ങിയ പടികളാണ് ഇതെല്ലാം. ഈ പടികൾ കയറി വരുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഉള്ളത്. പക്ഷെ നമുക്കത് കാണിക്കാനുള്ള അനുവാദം അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഇത്ര പാടുപെട്ട് നമ്മൾ മുകളിൽ എത്തിയാലും ഇവിടെ നിന്നുള്ള വ്യൂ നല്ല കിടുവാണ് കേട്ടോ. സാധാരണ ലൈറ്റ് ഹൗസ് ബീച്ചിന്റെ തൊട്ടടുത്തായിരിക്കാം, പക്ഷെ ഇത് കുറച്ച് മാറിയായിട്ടാണ്. ഇവിടെ നിന്നാൽ സൺസെറ്റും കടൽപ്പാലത്തിന്റെ ഭാഗങ്ങളും നീന്തൽ കുളവും ഗ്രൗണ്ടിലും ടർഫിലും ഒക്കെ കുട്ടികൾ കളിക്കുന്നതും ഒക്കെ കാണാം. റെയിൽവേ അടുത്തായതുകൊണ്ട് തന്നെ ട്രെയിനും ബൈപ്പാസിലേക്കുള്ള വ്യൂവും മുപ്പാലവും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നല്ല കാഴ്ചയാണ് കിട്ടുന്നത്. വൈകുന്നേരത്തെ കാറ്റും കൊണ്ട് ഈ കാഴ്ചകളും ആസ്വദിച്ചിരിക്കാവുന്നതേ ഉള്ളൂ. ആലപ്പുഴ ബീച്ചിൽ എത്തുന്ന നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ആലപ്പുഴ ലൈറ്റ് ഹൗസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.